എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി. ഒരുപാട് വലിയ എക്സ്പെക്ടേഷനോട് കൂടിയാണ് എന്നെ എല്ലാവരും ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ആ ഒരു എക്സ്പെക്ടേഷനിലേക്ക് എനിക്ക് ഉയരാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എന്നിരുന്നാലും ഇതിന്റെ ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു ഒരുപാട് നാളുകൾ നമ്മൾ ഇതിന് ചെലവഴിച്ച് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമാണ്. ഈ ഒരു അടുത്ത 30 മിനിറ്റിനുള്ളിൽ എത്രത്തോളം അതിനെ ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ, അതായത് ഒരുപാട് ടെക്നിക്കൽ യൂസ് ചെയ്യാതെ ഒരുപാട് ലളിതമായിട്ടുള്ള രീതിയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഞാനിതിൽ എക്സ്പേർട്ടൊന്നുമല്ല, ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഈ ക്രിപ്റ്റോ എന്നുള്ളൊരു മേഖലയിലേക്ക് കടന്നു വന്നിട്ടൊരു അല്ലെങ്കിൽ ചിന്തിക്കാൻ തുടങ്ങിയത് ഈ ലോക്ക്ഡൗൺ അല്ലെങ്കിൽ നമ്മുടെ ഒരു കോവിഡ് കാലത്തിലാണ്. ഞാനും ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും ഇതിനെക്കുറിച്ച് പഠിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു ഡിസ്കഷൻ ഒരു സെഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ അവസാനം കുറച്ച് സമയം നമ്മൾ ചോദ്യോത്തര വേളയായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ എൻ്റെ പ്രസന്റേഷൻ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ വെച്ച് തന്നെ സോൾവ് ചെയ്യാം. ഇനി അഥവാ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇതിന് ശേഷമാണെങ്കിലും നമുക്ക് പേഴ്സണലായിട്ട് എന്നെ വിളിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫോറത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഞാൻ എൻ്റെ പവർ പോയിന്റ് ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ ഇറ. അതായത് നിങ്ങൾ ഒരുപക്ഷേ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് കൂടുതലായിട്ട് നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയ ഒരു വാക്കായിരിക്കും ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ബിറ്റ് കോയിന് അല്ലെങ്കിൽ ഇഥേറിയം ഒക്കെ. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ പഠിക്കാനാണ് ശ്രമിക്കുന്നത്. ആദ്യമേ തന്നെ ഒരു വാർണിംഗ് തരട്ടെ. ഞാനൊരു എക്കണോമിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറോ അല്ല. അപ്പം ഈ നമുക്കറിയാം ഒരുപാട് ഇൻവെസ്റ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. സ്റ്റോക്സ് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസീസ്, മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ ഫോറക്സ് ട്രേഡിംഗ്, അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതിലൊക്കെ ലാഭം നേടാനും അതേസമയം തന്നെ നഷ്ടം സംഭവിക്കാനും സാധ്യതയുള്ള മേഖലകളാണ്. ഇതിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു റിസ്ക്, ഫിനാൻഷ്യൽ റിസ്ക് അസസ് ചെയ്യുന്നതിനും ശരിക്ക് പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഇതിലേക്ക് നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് കടക്കാവൂ. അല്ലാതെ ആരെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ ഇന്ന ഇത് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടോ അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് ആരും കടക്കാൻ ശ്രമിക്കരുത്. ആദ്യമേ ഉള്ളൊരു വാർണിംഗ് ആയിട്ട് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു അജണ്ട എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ്. എന്തിനാണ് ക്രിപ്റ്റോ കറൻസി, നമുക്ക് അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഡിസ്കഷൻ ആകാം. പിന്നെ എന്താണ് ക്രിപ്റ്റോ കറൻസി, പിന്നെ എന്തൊക്കെ ടൈപ്പിലുള്ള ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട്. 1-2 കറൻസീസ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ എങ്ങനെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, ആദ്യമായിട്ട് നിങ്ങൾക്ക് ഏവർക്കും ഒരുപക്ഷെ ഇതിനകത്തൊക്കെ അറിയാവുന്നതുപോലെ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. നമുക്ക് അറിയാവുന്ന കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ചിലർ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ബോണ്ടുകളുണ്ട്. ഇതെല്ലാം എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ട്, അങ്ങനെയുള്ള ഫണ്ടുകളുണ്ട്. സ്റ്റോക്സ് ഉണ്ട്, ഫോറക്സ് ട്രേഡിംഗ് ഉണ്ട്, ക്രിപ്റ്റോ കറൻസി ഉണ്ട്. ഞാൻ ഇവിടെ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ സൂമില് ഞാനൊരു സർവേ ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സർവേ എന്ന് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, നമ്മുടെ ഈ വന്നിരിക്കുന്ന ഓഡിയൻസിൽ എത്ര പേര് ഈ പറഞ്ഞ ഇൻസ്ട്രുമെന്റ്സിലകത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അനാലിസിസ് നടത്താൻ വേണ്ടി. അത് നിങ്ങൾ എന്താ പറയുക, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഒന്നും ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നില്ല. ജസ്റ്റ് എത്ര പേര് അല്ലെങ്കിൽ ഏതൊക്കെ ഇൻവെസ്റ്റ്മെന്റ്സിന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്
തീർച്ചയായിട്ടും ഇതിന്റെ ഡേറ്റയും കാര്യങ്ങളൊക്കെ അനോണിമസ് ആണ്. എനിക്ക് ഇതിനകത്ത് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നത് അറിയത്തില്ല. നമുക്ക് ജസ്റ്റ് ഒരു അനാലിസിസ് ചെയ്യാൻ വേണ്ടി. അതായത് ഞാനിപ്പോ കാണിച്ചതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ബോണ്ട്സ്, എക്സ്ചേഞ്ച് ഫണ്ട്സ്, സ്റ്റോക്സ്, ഫോറക്സ് ട്രേഡിംഗ്. നിങ്ങളുടെ എത്ര പേര് ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ്സിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ സൂമിൽ വരും. അത് നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അപ്പം നിങ്ങൾ ഏതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിന് ശേഷം നമുക്ക് ഒരു അനാലിസിസ് നടത്താം. എത്ര പേര് ഒരു ഇതിനെക്കുറിച്ച് അവെയർ ആണെന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു പോള് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സ്ക്രീനിൽ ഇപ്പോൾ ആ ഒരു ചോദ്യം വന്നു എന്ന് കരുതുന്നു. വിച്ച് ഓൾ ബിലോ ഇൻവെസ്റ്റ്മെന്റ്സ് ഡു യു ഹോൾഡ്? അതിനകത്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ് സെലക്ട് ചെയ്യാം, അതിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് അത് സെലക്ട് ചെയ്യാം, ക്രിപ്റ്റോ റിയൽ എസ്റ്റേറ്റ് ചെയ്തവർക്ക് അത് ചെയ്യാം, മ്യൂച്വൽ ഫണ്ടിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് അത് സെലക്ട് ചെയ്യാം, സ്റ്റോക്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് അത് ചെയ്യാം, ഫോറക്സ് ട്രേഡിങ്ങിനകത്ത് ചെയ്തവർക്ക് അത് ചെയ്യാം, ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് അത് ചെയ്യാം. ചെയ്തത് മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യാവൂ. ഏകദേശം 22 പേര് ഇതുവരെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നാലേ നമുക്ക് ഒരു അനാലിസിസ് നടത്താൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് എത്ര പേര് ഒരു ഫിനാൻഷ്യൽ ലിറ്ററസിയെ കുറിച്ച് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനിൽ അറിവുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇനിയും ആൾക്കാരുണ്ട്. നമുക്ക് ഒരു 10 സെക്കൻഡ് കൂടെ വെയിറ്റ് ചെയ്യാം. ഇനി ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, എനിക്ക് തോന്നുന്നു 24 പേര് മാത്രമാണ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഞാൻ റിസൾട്ട്സ് നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്കിപ്പം റിസൾട്ട്സ് വന്നതാണ്. അതായത് 50% ആൾക്കാർ ഇതിനകത്ത് ഈ പോളിനകത്ത് റെസ്പോണ്ട് ചെയ്തു. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഏകദേശം 88% ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. പിന്നെ കുറച്ച് പേര് റിയൽ എസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ മ്യൂച്വൽ ഫണ്ടിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഫോറക്സ് കറൻസിക്കകത്ത് വളരെ കുറച്ച് പേരാണ്. ക്രിപ്റ്റോ കറൻസിക്കകത്ത് എനിക്ക് മനസ്സിലാക്കാം ഒരു 4 പേര് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കാം. ഗുഡ്. അപ്പം കാരണം ഇത് ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനകത്തൊന്നും ഒരു ഫിനാൻഷ്യൽ ലിറ്ററസിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല. അതായത് നമ്മളൊക്കെ സേവ് ചെയ്യണം എന്ന് മാത്രമേ നമ്മുടെയൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റം പഠിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ എവിടെ സേവ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊന്നും ആരും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഇതുവരെ അങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. അതിന്റെ ഒരു കുറവ് ഇന്ത്യൻസിന് പൊതുവെ കാണാനുണ്ട്. കാരണം എന്താ വെച്ചാൽ ഏതൊരു പുതിയ ഇത് വരുമ്പോഴും ഏറ്റവും അവസാനം ആയിരിക്കും ഇന്ത്യൻസ് എപ്പോഴും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുക. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകാം. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ പോലെ വൈ ക്രിപ്റ്റോ കറൻസി. അപ്പൊ ഈ ക്രിപ്റ്റോ കറൻസി എന്തിനാണെന്നുള്ളതിന് ഉത്തരം തരണമെങ്കിൽ നമുക്ക് കുറച്ച് ഈ കറൻസിയുടെ ഒരു സ്റ്റോറി നമുക്ക് പഠിക്കണം. അതായത് കറൻസിയുടെ ഒരു എവല്യൂഷൻ എങ്ങനെയായിരുന്നു, അത് ഇപ്പൊ എവിടെ വന്നിരിക്കുന്നു, ഓരോ എവല്യൂഷനും എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ബേസിക് ഐഡിയ കിട്ടും. അതായത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് നമുക്ക് കുറെ പുറകോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബാർട്ടർ സിസ്റ്റമായി. ബാർട്ടർ സിസ്റ്റം ഒരുപക്ഷെ നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് അന്ന് കറൻസി ഒന്നും നിലവിലില്ല. നമ്മുടെ കയ്യിലുള്ള എന്ത് സാധനമാണോ അത് വേറൊരാൾക്ക് കൊടുത്തിട്ട് ആ ആളുടെ കയ്യിലുള്ള സാധനം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കൃഷിക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ധാന്യങ്ങൾ, ഇപ്പൊ ഒരു തുന്നൽക്കാരനുണ്ടെങ്കിൽ ആ ആള് ഉടുപ്പ് തയ്ക്കുന്ന ആളായിരിക്കും. അതായത് അപ്പം എനിക്ക് വേണ്ടത് കൃഷിക്കാരനാണ്, എനിക്ക് വേണ്ടത് ഉടുപ്പാണ്. അതേസമയം തുന്നൽക്കാരന് വേണ്ടത് ധ്യാനമാണ് അല്ലെങ്കിൽ അരിയാണ്. അപ്പൊ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാക്ക് അരി കൊടുക്കുമ്പോൾ അദ്ദേഹം തിരിച്ചൊരു ഉടുപ്പ്. ഇതായിരുന്നു ആദ്യമായിട്ട് നമ്മള് മണി എവല്യൂഷനിൽ ആദ്യമായിട്ട് ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം. എന്നാൽ ഈ സിസ്റ്റത്തിന് പല പോരായ്മകൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഒരു ചാക്ക് അരിയുടെ മൂല്യമായിരിക്കത്തില്ല ഒരു ഉടുപ്പിന്റെ. അല്ലെങ്കിൽ
അങ്ങനെ ഒരു മൂല്യം നിർണ്ണയിക്കുന്നതിൽ ഒരു ഒരു അപാകത എപ്പോഴും അതിനകത്തുണ്ട്. പിന്നെ അതിനകത്ത് വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കൃഷിക്കാരന് വേണ്ടത് ഉടുപ്പായിരിക്കത്തില്ല, അദ്ദേഹത്തിന് വേണ്ടത് വേറെ എന്തെങ്കിലും ആയിരിക്കും. അദ്ദേഹം പക്ഷേ ഈ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് ധ്യാനമായിരിക്കും. അദ്ദേഹത്തിന് പക്ഷേ വേണ്ടാത്ത കാര്യങ്ങൾ മേടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഇത് യൂസ് ചെയ്യാനായിട്ട് വരും. പിന്നീടാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ അപാകത മനസ്സിലാക്കിയപ്പോഴാണ് ആൾക്കാർ ഗോൾഡ് എന്നുള്ള ഒരു മെറ്റലിലെ ഒരു അല്ലെങ്കിൽ മെറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രഷ്യസ് മെറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള അതിനെ ബേസ് ചെയ്തുകൊണ്ട് മണി സിസ്റ്റംസ് സ്റ്റാർട്ട് ചെയ്ത്. അത് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പണ്ടുള്ള കഥകളിലും അല്ലെങ്കിൽ നമ്മുടെ ബൈബിളിനകത്തും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്വർണ്ണ നാണയങ്ങളെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് ആ സ്വർണ്ണ നാണയങ്ങൾ വെച്ചിട്ട്, അതായത് ഇപ്പൊ എനിക്ക് 1 കിലോ അല്ല ഒരു ചാക്ക് അരി വേണമെങ്കിൽ ഞാൻ ഒരു സ്വർണ്ണ നാണയം കൊടുത്തിട്ട് ആ അരി മേടിക്കുന്നു. അല്ലെങ്കിൽ ആ കൃഷിക്കാരന്റെ കൃഷിക്കാരന്റെ കയ്യിൽ അപ്പോൾ ആ ഒരു നാണയം കിട്ടി. ആ നാണയം ഉപയോഗിച്ച് അദ്ദേഹത്തിന് എന്താ പറയാ ഉടുപ്പ് മേടിക്കണമെങ്കിൽ ആ നാണയം ഉപയോഗിച്ച് ഉടുപ്പ് മേടിക്കാം. അങ്ങനെ ഒരു സ്വർണത്തിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതുപോലുള്ള പ്രഷ്യസ് മെറ്റൽ അതായത് വെള്ളി ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇത് ചെയ്യും. ഇതിനിടയ്ക്ക് വേറൊരു സംഭവം നടന്നു. ഈ സ്വർണം വരുന്നതിന് മുമ്പേ നമ്മുടെ മുത്തുകള്, പവിഴ മുത്തുകള് അല്ലെങ്കിൽ ഷെൽസ് അങ്ങനെയുള്ള അത് വെച്ചിട്ടും അതായിരുന്നു ആ ബാർട്ടർ സിസ്റ്റം കഴിഞ്ഞിട്ട് ഒരു സ്റ്റാർട്ടിങ്ങിലായിട്ട് യൂസ് ചെയ്തത്. അത് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. അതിനുശേഷമാണ് സ്വർണം അല്ലെങ്കിൽ പ്രഷ്യസ് മെറ്റൽ എന്നുള്ള ഇതിലേക്ക് വന്നത്. എന്നാൽ അതിനകത്തുള്ള പ്രശ്നം, സ്വർണത്തിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊണ്ടു നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഒരുപാട് ധനികനായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ സ്വർണ്ണ നാണയങ്ങൾ കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ട്, സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട്, കാരണം കള്ളന്റെ അല്ലെ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെയാണ് പേപ്പർ മണി എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നത്. അതായത് പേപ്പർ മണി എന്നുള്ള കൺസെപ്റ്റ് വന്നത് ആദ്യം നിലവിൽ വന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവർ പറഞ്ഞു, ഓക്കെ, നിങ്ങളുടെ സ്വർണം ഞങ്ങളുടെ കൈ കൊണ്ടു തരൂ, അതിനു പകരം ഇത്ര സ്വർണം നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരു പേപ്പറിൽ ഒരു എഴുതി തരും, ഓക്കെ, നിങ്ങൾ ഇത്ര സ്വർണ്ണ നാണയങ്ങൾ ഇതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ആ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടു നടക്കാൻ ഈസിയാണ്, ജസ്റ്റ് പേപ്പറാണ്, സ്വർണ്ണ നാണയങ്ങൾ പോലെ നമുക്ക് ഭാരമുള്ളതല്ല. എന്നാൽ നമ്മുടെ ഇത് ഒരിടത്ത് സേഫ് ആയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ചു. ഇതായിരുന്നു പേപ്പർ മണി. പിന്നെ പേപ്പർ മണിയുടെ പല രൂപങ്ങൾ മാറി വന്നു, പല രാജ്യങ്ങളായിട്ടുള്ള കറൻസീസ് വന്നു. അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് കടക്കാം. പിന്നീടാണ് പ്ലാസ്റ്റിക് കാർഡ്സ്. അത് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ATM യൂസ് ചെയ്യാവുന്ന പ്ലാസ്റ്റിക് കാർഡ്സ്, അതായത് ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അങ്ങനെയുള്ള അത് വന്നു. അപ്പൊ നമ്മൾ പേപ്പർ മണിയും കൊണ്ട് നടക്കണ്ട, ജസ്റ്റ് ഒരു കാർഡ് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇലക്ട്രോണിക് മണി എന്ന് പറയുമ്പോൾ ഇവൻ നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾക്ക് അറിയാം, ഗൂഗിൾ പേ അല്ലെങ്കിൽ ആപ്പിൾ പേ അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, നിങ്ങൾക്ക് കാർഡും വേണ്ട. നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ മൊബൈലിനകത്ത് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് എല്ലാവിധ ട്രാൻസാക്ഷൻസും നടത്താം, ഇവൻ കാർഡും വേണ്ട. അപ്പൊ അതിലേക്ക് വന്നു. അതിനുശേഷമാണ് ക്രിപ്റ്റോ കറൻസി എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. അപ്പൊ അതിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത സ്ലൈഡിൽ പഠിക്കാം. സെയിം കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് നമുക്ക് ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. ബാർട്ടർ സിസ്റ്റത്തിന്റെ പോരായ്മകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു പവിഴങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ഷെൽസ് ഒക്കെയാണ് നമ്മൾ പിന്നീട് യൂസ് ചെയ്തത്. പിന്നെ കോയിൻസ് യൂസ് ചെയ്ത് കോയിൻസിന്റെ പോരായ്മകളും ഞാൻ പറഞ്ഞു. 1870-ലാണ് ഈ പേപ്പർ മണി എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നത്. എന്നാൽ പേപ്പർ മണിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എത്ര സ്വർണമാണോ അവിടെ വെച്ചിട്ടുള്ളത് അതിനെ ബാക്ക് ചെയ്തുകൊണ്ടായിരുന്നു പേപ്പർ മണി വന്നത്. അതായത് ഇപ്പോൾ ഒരു പേപ്പർ മണി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു $1 ആണെങ്കിൽ ആ ഡോളറിന്റെ തത്തുല്യമായിട്ടുള്ള സ്വർണം നമ്മുടെ ബാങ്ക് സ്റ്റോറിൽ സ്റ്റോർ ചെയ്താൽ മാത്രമേ ആ ഡോളർ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരു ഡോളറുള്ള എക്സാമ്പിൾ പറഞ്ഞാണ്. ആ ഒരു കൺസെപ്റ്റിൽ, അതായത് ഗോൾഡിന്റെ സ്റ്റാൻഡേർഡ് വെച്ചിട്ടായിരുന്നു നമ്മൾ പേപ്പർ മണി യൂസ് ചെയ്തത്. എന്നാൽ 1940-45-കളിലൊക്കെ ഈ വേൾഡ് വാർ വന്ന സമയത്ത് അപ്പൊ കൺട്രിക്ക് ഒരു രാജ്യത്തിന് അവരുടെ ഇഷ്ടപ്രകാരം കറൻസി പ്രിന്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നേരത്തെ പറഞ്ഞ സിസ്റ്റം പോലെ അവർക്ക് ആ തത്തുല്യമായിട്ടുള്ള സ്വർണം മേടിച്ച്
അവരുടെ റിസർവിൽ സൂക്ഷിച്ചാൽ മാത്രമേ അവർക്ക് ഇത് കറൻസി പ്രിന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ്, അതായത് RBIക്ക് ഇപ്പോൾ 1 കോടി ഇന്ത്യൻ കറൻസി പ്രിന്റ് ചെയ്യണമെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള സ്വർണം മേടിച്ച് റിസർവ് ബാങ്കിൽ സൂക്ഷിച്ചാൽ മാത്രമേ ആ 1 കോടിയുടെ മണി പ്രിന്റ് ചെയ്യാൻ അവർക്ക് പറ്റത്തുള്ളൂ. അതായിരുന്നു 1940-കളിൽ വരെ അവർ യൂസ് ചെയ്തിരുന്നത്. 40-കളിൽ വേൾഡ് വാർ വന്നപ്പോൾ ഈ ഒബ്വിയസ്ലി കറൻസിക്ക് ഒരുപാട് ആവശ്യം വന്നു. അപ്പൊ രാജ്യങ്ങളുടെ ഈ സ്വർണം മേടിച്ചു വെക്കാനുള്ള ഒരു അവസ്ഥ ഇല്ലാതെ, അങ്ങനെയാണ് ഈ ബ്രെട്ടൺ വുഡ്സ് സിസ്റ്റം എന്നുള്ളൊരു സിസ്റ്റം നിലവിൽ വന്നത്. ഈ സിസ്റ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കറൻസീസും US കറൻസിയെ ബാക്ക് ചെയ്തായിരിക്കും എക്സ്ചേഞ്ച് ചെയ്യുന്നത്. എന്നാൽ US കറൻസി ഗോൾഡിനെ ബാക്ക് ചെയ്തായിരിക്കും. അതായത് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാ കറൻസിയും ബാക്ക് ചെയ്തിരിക്കുന്നത് US കറൻസി ആയിരിക്കും. എന്നാൽ US കറൻസി പ്രിന്റ് ചെയ്യണമെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള ഗോൾഡ് അവർ ബാക്ക് ചെയ്തെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് വേറൊരു ഇതിനൊരു ഡിസഡ്വാൻറ്റേജ്. ഇതിനെ ഡോളറിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഇപ്പൊ ഇന്ത്യൻ റിസർവ് ബാങ്കിന് RBIക്ക് ഇപ്പൊ 1 കോടി ഇന്ത്യൻ കറൻസി പ്രിന്റ് ചെയ്യണമെങ്കിൽ അവർ നേരത്തെ ഗോൾഡ് മേടിച്ചു വെക്കണമായിരുന്നു. ഇപ്പൊ ഗോൾഡിന് പകരം അവർ 1 കോടിയുടെ തത്തുല്യമായിട്ടുള്ള ഡോളർ അവര് ഇൻവെസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവരത് മേടിച്ചെങ്കിൽ മാത്രമേ 1 കോടിയുടെ ഇന്ത്യൻ കറൻസി പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇത് ഡോളറിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അന്നത്തെ കാലത്ത് ചെയ്ത ഒരു സിസ്റ്റമായിട്ടും ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് ശരിയോ തെറ്റോ, എന്തായാലും അങ്ങനെയായിരുന്നു ആ സിസ്റ്റം അന്ന് ഡിഫൈൻ ചെയ്തത്. ഇത് 1971 വരെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. എന്നാൽ 71-ല് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഈ ഒരു ആഗോള ഉച്ചകോടിയിൽ എല്ലാ രാജ്യങ്ങളോട് തീരുമാനമെടുത്തു. ഇനിയും ഞങ്ങൾ അതായത് US തന്നെ തീരുമാനമെടുത്തു, അവരിനിയും ഗോൾഡിനെ ബാക്ക് ചെയ്ത് അവര് കറൻസി അങ്ങനെ പ്രിന്റ് ചെയ്യത്തില്ല. അവരുടെ ഗവൺമെന്റ് നിശ്ചയിക്കുന്നത് പോലെ അവരുടെ ഇഷ്ടത്തിന് പ്രകാരം അവര് കറൻസി പ്രിന്റ് ചെയ്യും. അങ്ങനെ ആയപ്പോൾ എല്ലാ രാജ്യങ്ങളും അതേ തീരുമാനമെടുത്തു. അതായത് അവരവരുടെ കറൻസി അവർക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ അവരവരുടെ RBI, അതായത് ഓരോ കൺട്രിക്കും RBI അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് പോലുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അവര് തീരുമാനിക്കുന്ന പ്രകാരം അവരിതിനെ പ്രിന്റ് ചെയ്യും. ഇത് നല്ല എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, നല്ല ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ വളരെ ക്രിയാത്മകമായിട്ട് ഇത് നടത്തിക്കൊണ്ടുപോയി. അതായത് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം, ഒരുപാട് പൈസ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ണും പൂട്ടി പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ഒരു ഇഷ്യൂ ആണ്. ഇൻഫ്ലേഷൻ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുന്നു. ഇൻ കേസ് അറിയത്തില്ലെങ്കിൽ സിമ്പിൾ ആണ്. നിങ്ങളുടെ ചെറുപ്പകാലത്ത് 1 കിലോ അരിക്ക് സ്പെൻഡ് ചെയ്ത മണി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 4-5 രൂപ ആയിരിക്കും. എന്നാൽ ഇന്ന് ആ 5 രൂപയ്ക്ക് നമുക്ക് 1 കിലോ അരി കിട്ടത്തില്ല. അതിനകത്ത് അരിയുടെ മൂല്യമല്ല കൂടിയത്, നമ്മുടെ രൂപയുടെ മൂല്യമാണ് കുറഞ്ഞത്. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇതാണ്, അതായത് നമുക്ക് നമ്മുടെ രൂപയുടെ അല്ലെങ്കിൽ കറൻസിയുടെ മൂല്യം കുറഞ്ഞു വരും. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റ് കണ്ടമാനം മണി പ്രിന്റ് ചെയ്ത് എക്കണോമിയിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, സപ്ലൈ കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, അപ്പം ഇതിന് മൂല്യം കുറയും. സപ്ലൈ കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. ഈ ബേസിക് കൺസെപ്റ്റ് ആണ് നടന്നത്. അപ്പൊ ഇത് വളരെ നല്ല രീതിയിൽ 2008 വരെ നല്ല രീതിയിൽ പോവുമായിരുന്നു. എന്നാൽ 2008-ല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു വലിയ സാമ്പത്തിക മാന്ദ്യം US-ലും അതിനെ തുടർന്ന് എല്ലാ രാജ്യങ്ങളിലും ബാധിച്ചു. ഒരുപാട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ്, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ തകർന്നുപോയി. എന്നാൽ ഒരു കൺട്രിയെ സംബന്ധിച്ച് അവരുടെ ബാങ്കിങ് സിസ്റ്റം തകർന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടോട്ടൽ എക്കണോമി അത് ബാധിക്കും. അപ്പൊ ഇത് തടയാൻ വേണ്ടി അതാത് കൺട്രീസിലെ സെൻട്രൽ ഗവൺമെന്റ് മില്യൺ അല്ലെങ്കിൽ ട്രില്യൺ കണക്കിന് മണി പ്രിന്റ് ചെയ്ത് എക്കണോമിയിലേക്ക് ഫ്ലഷ് ചെയ്തു. അപ്പം ഒരു താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയാണ് അവർ ഈ പറഞ്ഞ ഇത്രയും പൈസ പ്രിന്റ് ചെയ്തത്. ഈ സെയിം സംഭവം കഴിഞ്ഞ വർഷവും എല്ലാ രാജ്യങ്ങളിലും ചെയ്തു. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോവിഡിന്റെ ഒരു പ്രയാസം വന്നപ്പം എല്ലാ രാജ്യങ്ങൾക്കും മണിയുടെ ഷോർട്ടേജ് വന്നു. അപ്പം ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും കണ്ടമാനം
എക്കണോമിയിലേക്ക് പൈസ പമ്പ് ചെയ്യാൻ വേണ്ടി കറൻസി വെറുതെ പ്രിന്റ് ചെയ്തു. അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് ഇത് അറിയാൻ പോകുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്, ഇതിന്റെ ഉപഭോക്താക്കളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ആണ്. ഈ ഓരോ നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിന്റെ ചില തെറ്റായ കറൻസി പ്രിന്റിംഗ് തീരുമാനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും. ഈ ഒരു സൊല്യൂഷന് വേണ്ടിയാണ് ഒരു ക്രിപ്റ്റോ കറൻസി എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നത്. ഇത് ആദ്യമായിട്ട് വന്നത് ബിറ്റ്കോയിൻ ആണ്. അതുകൊണ്ടാണ് ബിറ്റ്കോയിന്റെ പേര് നിങ്ങൾ ഒരുപാട് കേൾക്കുന്നത്. ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ആണ്. ബിറ്റ്കോയിൻ ആണ് അതിനകത്ത് ആദ്യം വന്നിരിക്കുന്ന കോയിൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ബാങ്ക്സിന്റെ ഈ സെൻട്രൽ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞത് മനസ്സിലായെന്ന് വരുന്നു. അതായത് ഈ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും കൈക്കൊള്ളുന്നത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. അതായത് ഇന്ത്യയുടെ കേസ് പറയുകയാണെങ്കിൽ അത് RBI, US കാര്യം പറയുകയാണെങ്കിൽ ഫെഡറൽ ഇത്, ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ സെൻട്രൽ ബാങ്ക് ഓഫ് UAE. അപ്പൊ അതുപോലെ തന്നെ ഈ ബാങ്കിന്റെ ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും അറിയാം, ഇന്ത്യയിലാണെങ്കിൽ പോലും കഴിഞ്ഞ 3-4 വർഷം മുമ്പ് കുറെ ബാങ്കുകളൊക്കെ തകർന്നു പോയി. ഇപ്പൊ യെസ് ബാങ്ക്, അങ്ങനെ കുറെ ബാങ്കുകളൊക്കെ, യെസ് ബാങ്ക് തകർന്നില്ല, പക്ഷെ യെസ് ബാങ്ക് അല്ലെങ്കിൽ അങ്ങനെ കുറെ ബാങ്കുകൾക്കൊക്കെ ഒരു വലിയൊരു ഇഷ്യൂ, അതായത് ആൾക്കാർ പൈസ വിജയ് മല്യ അല്ലെങ്കിൽ നീരവ് മോഡി പോലെയുള്ള ആൾക്കാർ ഒരുപാട് പൈസ ലോൺ എടുത്തിട്ട് രാജ്യം വിട്ടുപോവുകയും അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. ഈ ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്യാനുള്ള ഒരു ഇഷ്യൂസ് ഇതായിട്ടാണ് ക്രിപ്റ്റോ കറൻസി വന്നത്. വേറൊരു ഇഷ്യൂ ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ നാട്ടിലേക്ക് പൈസ അയക്കണമെങ്കിൽ, ജനറലി ഇപ്പൊ ഇവിടുന്ന് ഒരാൾ നമ്മൾ എക്സ്ചേഞ്ചിൽ പോയിട്ട് പൈസ അയക്കണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ അക്കൗണ്ടിലോട്ട് തന്നെ ആയിരിക്കും പൈസ അയക്കുന്നത്. പക്ഷേങ്കിൽ ഒരുപാട് കടമ്പകൾ ഇതിനിടയ്ക്ക് കിടക്കാറുണ്ട്. നമ്മൾ എക്സ്ചേഞ്ചിൽ പോകണം, നമ്മൾ എക്സ്ചേഞ്ചിൽ പോകുന്നവരാണെങ്കിൽ എക്സ്ചേഞ്ച് പോകണം, അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ ബാങ്കിൽ നമ്മൾ ആദ്യം ട്രാൻസ്ഫർ ചെയ്യണം. ഇതിനിടയ്ക്ക് ഒരു ഇന്റർമീഡിയറ്റ് ബാങ്ക് ഉണ്ടാവും, അവിടുന്ന് പിന്നെ അത് നമ്മുടെ NRE അക്കൗണ്ട് അല്ലെ NRO അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഇതിനിടയ്ക്ക് കുറെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ബാങ്കുകളുണ്ട്, അവരുടേതായിട്ടുള്ള ട്രാൻസാക്ഷൻ ചാർജസും എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ അയക്കണമെങ്കിൽ ഇവിടെ കുറച്ച് പൈസ അവർ എടുക്കും, ഇതിനിടയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് കുറച്ച് പൈസ എടുക്കും. ഈ കുറെ ട്രാൻസാക്ഷൻ പൈസ ഇത് തന്നെയല്ല, ഇത് സമയം എടുക്കുകയും ചെയ്യും. നമ്മൾ ഇന്ന് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ആയിരിക്കും, അല്ലെ ഇന്ന് വൈകിട്ടായിരിക്കും നമ്മൾ നാട്ടിലല്ലേ ചെല്ലുന്നത്. അല്ലെ US നമുക്ക് അയക്കണമെങ്കിൽ ചിലപ്പോൾ 3-4 ദിവസം എടുക്കും നമ്മൾ യൂഷ്വൽ ട്രാൻസ്ഫർ. അപ്പൊ ഇന്നത്തെ ഒരു എവല്യൂഷനിൽ നമുക്ക് ഒരു മനുഷ്യന് തന്നെ വിതിൻ അവേഴ്സിനുള്ളിൽ നമുക്ക് ഒരു പ്ലേസിൽ നിന്ന് ഒരു പ്ലേസിൽ എത്താവുന്ന സ്ഥിതിക്ക് ഈ ഒരു കറൻസിയുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കരമായി നമ്മളൊരു 20-30 വർഷം പുറകിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ്. ആ ഒരു സിസ്റ്റത്തിനൂടെ ആ ഒരു പ്രശ്നം കൂടെ പരിഹരിക്കാൻ വേണ്ടിയാണ് ക്രിപ്റ്റോ കറൻസി എന്നൊരു കൺസെപ്റ്റ് വന്നിരിക്കുന്നത്. ഇനിയും എന്താണ് ക്രിപ്റ്റോ കറൻസി, എന്തിനാണ് ക്രിപ്റ്റോ കറൻസി എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് ക്രിപ്റ്റോ കറൻസി? ഇത് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് ഒരു കറൻസിയാണ്, ഒരു ഡിജിറ്റൽ കറൻസിയാണ്. അത് നമ്മളെ ഇപ്പോഴത്തെ ദിറം പോലോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റുപ്പി പോലോ നമുക്ക് കാണുവാനോ അല്ലെ തൊടുവാനോ ഒന്നും നമുക്ക് സാധിക്കത്തില്ല. ഇറ്റ് ഇസ് എ ഡിജിറ്റൽ കറൻസി. ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായി. നമുക്കിപ്പോ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, എല്ലാവർക്കും ഇന്റർനെറ്റിനെ കുറിച്ച് അറിയാം ഇല്ലേ? ഞാനും നിങ്ങളും എല്ലാം ഇപ്പോൾ ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ നമ്മളെല്ലാവരും ഇന്റർനെറ്റിന്റെ ഭാഗമാണ്, എല്ലാവരും ഇന്റർനെറ്റിൽ കണക്റ്റഡ് ആണ്. പക്ഷേങ്കിൽ ഈ ഇന്റർനെറ്റിന്റെ കോംപ്ലക്സിറ്റിയെ കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് കാണുവാനോ തൊടുവാനോ സാധിക്കുമോ? അതൊരു നെറ്റ്വർക്കാണ്. അതേ ഒരു കൺസെപ്റ്റ് ആണ് ക്രിപ്റ്റോ കറൻസിയുടെ. ഒരു വെർച്വൽ മണിയാണ്. അതിന്റെ സെക്യൂർ ആണെന്ന് പറയുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ, ഇതൊരു ഇങ്ങനെ പേര് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടെക്നോളജിയാണ് ക്രിപ്റ്റോ കറൻസിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒന്ന് ക്രിപ്റ്റോഗ്രാഫി, 2 ബ്ലോക്ക് ചെയിൻ. ഈ 2 ടെക്നോളജിയും യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അതിന് ക്രിപ്റ്റോ കറൻസി എന്നുള്ളൊരു വേർഡ് വന്നത്. ക്രിപ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും പേര് കേട്ട് പേടിക്കണ്ട, ഒന്നുമില്ല. അതിനെ ഒരു എൻക്രിപ്റ്റഡ് ലാംഗ്വേജ്, അതായത് ഇപ്പൊ എനിക്കൊരു മെസ്സേജ് ഞാൻ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കൺവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റാരും അറിയിക്കാതെ ഞാനത് സീക്രട്ട് ആയിട്ട് നിങ്ങളെ അറിയിക്കുന്നു. മനസ്സിലായില്ല? അത്രേ ഉള്ളൂ. അതായത് ഞാൻ അയക്കുന്ന ഒരു മെസ്സേജ് നിങ്ങൾക്ക് മാത്രമേ തുറക്കാൻ പറ്റത്തുള്ളൂ.
നിങ്ങൾക്ക് അയക്കുന്നതെങ്കിൽ ആർക്കാണോ ഞാൻ അയച്ചത് ആ ആൾക്ക് മാത്രമേ അത് തുറന്ന് വായിക്കാൻ പറ്റത്തുള്ളൂ, മറ്റാർക്കും അത് വായിക്കാൻ പറ്റുന്നത്. ഇതാണ് എൻക്രിപ്ഷൻ അല്ലെങ്കിൽ ക്രിപ്റ്റോഗ്രാഫി എന്നുള്ളതിന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവര് മുന്നോട്ട് വെച്ച ഒരു ഇതാണ് ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് ഡിസൈൻ. അതായത് നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എല്ലാ കറൻസീസും അല്ലെ എല്ലാ ഇതും മാനേജ് ചെയ്യുന്ന ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്. ഇപ്പം ഞാനിപ്പോ പൈസ അയക്കുന്ന കാര്യം പറഞ്ഞു. അവിടെ ബാങ്ക് ഒരു സെൻട്രലൈസ്ഡ് ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതായത് നമ്മളൊരു ബാങ്കിൽ പോകുന്നു, ആ ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലേക്ക് പൈസ അയക്കുന്നു, ആ ബാങ്കിൽ നിന്ന് നമ്മൾ ആർക്കാണോ പൈസ അയക്കുന്നത് അവരുടെ കയ്യിലേക്ക് പൈസ എത്തുന്നു. അവിടെ ഒരു സെൻട്രലൈസ്ഡ് ഇതാണ്. അതുപോലെ തന്നെ നമ്മുടെ RBI അല്ലെ സെൻട്രൽ ബാങ്കിന്റെ ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ ഓരോ രാജ്യത്തിനും അതേതായിട്ടുള്ള സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗവർണിംഗ് ബോഡി ഉണ്ട്, അവരാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതിനെ ഡീസെൻട്രലൈസ് ചെയ്യുന്ന ഒരു ഇതാണ് ക്രിപ്റ്റോ കറൻസി മുന്നോട്ട് വെച്ച്. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ അത് എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ ഇപ്പൊ കൺഫ്യൂഷൻ ആയെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അതെങ്ങനെയാണ് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഞാനത് കൺവേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഈ ക്രിപ്റ്റോ കറൻസിക്കകത്ത് നിങ്ങൾ പേര് കേട്ടിട്ടുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവരും കേട്ടിട്ടുള്ളത് ബിറ്റ് കോയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇഥേറിയം കേട്ടിട്ടുണ്ടാവും. ഇത് രണ്ടും ആയിരിക്കും മേജർലി കേട്ടിട്ടുള്ളത്. ഇനി ക്രിപ്റ്റോ കറൻസിക്ക് അത് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് കേട്ടിട്ടുള്ളത് അല്ലെ ബിനാൻസ് കോയിൻ എന്ന് കേട്ടിട്ടുണ്ടാവും, കാർഡാനോ എന്ന് കേട്ടിട്ടുണ്ടാവും, സൊലാന കേട്ടിട്ടുണ്ടാവും, റിപ്പിൾ കേട്ടിട്ടുണ്ടാവും, പൊൾക്കാഡോട്ടോ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഒരു ഡിഫറെന്റ് ബിറ്റ് കോയിൻ പോലെ തന്നെ പല തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസീസ് ആണ്. അത്രയും മാത്രം ഇപ്പം മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇതിന്റെ യൂസേജ് എന്തുവാന്ന് ഞാൻ അതുകൂടെ പറയാം. ഇപ്പം നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും ഇത് ക്രിപ്റ്റോ കറൻസി ആണെങ്കിൽ നാളെ ഈ ബിറ്റ് കോയിൻ വെച്ചിട്ട് എനിക്ക് നാളെ ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് അവിടുന്ന് സാധനം മേടിക്കാമല്ലോ. അപ്പം ലുലു ചെന്ന് കഴിഞ്ഞാൽ ലുലു സാധനം മേടിച്ചാൽ ബിറ്റ് കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്യും? ഇല്ല. അല്ല, പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും, പക്ഷെ ഇപ്പോഴത്തെ നിലവിൽ അത് പറ്റത്തില്ല. അതായത് ലീഗൽ ടെൻഡർ ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാം, പക്ഷേ എല്ലാ രാജ്യങ്ങളും അതിനെ ലീഗൽ ടെൻഡർ ആയിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ലീഗൽ ടെൻഡർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് നിത്യോപയോഗ സാധനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഈ കറൻസിയെ യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക രാജ്യങ്ങളും ഇന്ന് അതിനെ ലീഗൽ ടെൻഡർ ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. എന്നാൽ അംഗീകരിച്ച കൺട്രീസും ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൽ സൽവദോർ അല്ലെങ്കിൽ ക്യൂബ, ഈ രണ്ട് കൺട്രീസ് അവർ ബിറ്റ് കോയിന് ഉപയോഗിച്ച് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഒരു അക്സെപ്റ്റൻസ് അവർ ഗവൺമെന്റ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിറ്റ് കോയിൻ ഉപയോഗിച്ച് നമുക്ക് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും പറ്റും. ഇത് കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനുള്ളിൽ സംഭവിച്ച മാറ്റമാണ്. ഇനിയും ഇത് കൂടുതൽ രാജ്യങ്ങളിലേക്ക് അക്സെപ്റ്റഡ് കോയിൻ ആയിട്ടും അല്ലെങ്കിൽ അക്സെപ്റ്റഡ് കറൻസി ആയിട്ടും അക്സെപ്റ്റഡ് ലീഗൽ ടെൻഡർ ആയിട്ടും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അത് വരാത്തതിന്റെ അല്ലെ അത് വരാൻ ഗവൺമെന്റ് തടസ്സം നിൽക്കുന്നതിന്റെ കാര്യം കൊണ്ട് ഞാൻ പിന്നീട് പറയാം. പിന്നെ ഇതിനെ യൂസ് ചെയ്യാവുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. ഞാൻ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഡിജിറ്റൽ അസറ്റ് ആണ്, ഡിജിറ്റൽ കറൻസി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ്, അതായത് ഞാനിപ്പോ ഇന്ന് ഒരു ബിറ്റ് കോയിൻ മേടിച്ചു വെച്ചു ഒരു ഇത്ര രൂപയ്ക്ക്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്നിപ്പം ബിറ്റ് കോയിന്റെ വില എനിക്ക് തോന്നുന്നു ഏകദേശം 50 ലക്ഷം രൂപയാണ് ഒരു ബിറ്റ് കോയിന്റെ വില. അപ്പം ഒരു ബിറ്റ് കോയിൻ മേടിച്ചു വെച്ചു. നാളെ ഇതിന്റെ മൂല്യം കൂടുമ്പോൾ നമ്മളിത് വിൽക്കുന്നു. സിമ്പിൾ എക്സാമ്പിൾ, നമ്മൾ ഇന്നിപ്പോ ഗോൾഡിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ഗോൾഡ് മേടിക്കുന്നു. ഗോൾഡ് മേടിച്ചിട്ട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഗോൾഡിന്റെ വില കൂടുമ്പോൾ ഇത് തിരിച്ചു വിൽക്കുന്നു. അതാണ് അല്ല ഭാവിയിലെ യൂസിന്, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി ഇതിനെ യൂസ് ചെയ്യുന്നു. അതാണ് ഇൻവെസ്റ്റ്മെന്റ്, അതാണ് വേറൊരു യൂസേജ്. മൂന്നാമതാണ് ട്രേഡിംഗ്. ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാവുന്നതായിരിക്കും. അതായത് നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് മേടിക്കുന്നു, കൂടിയ വിലയ്ക്ക് മേടിക്കുന്നു. അതിനകത്ത് ഒരു ടൈം ഡ്യൂറേഷൻ ഇല്ല. അതായത് ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോങ് ഡ്യൂറേഷന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഷോർട്ട് പീരിയഡ് ടൈമിലേക്കുള്ള ലാഭത്തിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് മേടിക്കുന്നു, കൂടിയ വിലയ്ക്ക്. അത് ഇന്നിപ്പോ കുറഞ്ഞ വിലയ്ക്ക് മേടിച്ചിട്ട് നാളെ വില കൂടുമ്പോൾ ഞാൻ നാളെ അത് വിൽക്കും. പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് അത് ഞാൻ മേടിച്ച് സൂക്ഷിക്കുകയാണ്. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ചില സ്വത്തുക്കൾ മേടിച്ചു വെക്കത്തില്ല, അപ്പൊ അതുപോലെ സ്വത്തുക്കൾ മേടിച്ചു വെക്കുന്ന പോലെ തന്നെ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ഈ 3 യൂസേജ് ആണ് ക്രിപ്റ്റോ കറൻസിക്ക് ഉള്ളത്. അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഡൗട്ട് ആയിരിക്കും, ഇത് ലീഗൽ ടെൻഡർ ആയിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇതിന്റെ യൂസ് എന്താണ് എന്നുള്ളത്.
ഇപ്പം ലീഗൽ ടെൻഡർ ആയിട്ട് യൂസ് ചെയ്യാത്ത ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് നമുക്ക്. ഫോർ എക്സാമ്പിൾ ഗോൾഡ്, ഞാൻ പറഞ്ഞു ഗോൾഡ് നേരത്തെ ലീഗൽ ടെൻഡർ ആയിട്ട് നമ്മൾ ഒരു കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഇന്നിപ്പം ഗോൾഡ് നമുക്ക് ലീഗൽ ടെൻഡർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഗോൾഡ് ഡയറക്റ്റ് ഇന്നിപ്പോ നമുക്ക് ലുലുവിൽ ഒരു കോയിൻ ഗോൾഡ് എടുത്തോണ്ട് കൊണ്ടുചെന്നിട്ട് അവിടെ കൊണ്ട് കൊടുത്തിട്ട് എനിക്ക് സാധനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യത്തില്ല. പക്ഷേങ്കിൽ ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, ഗോൾഡ് ട്രേഡ് ചെയ്യുന്നുമുണ്ട്. അതുപോലെ തന്നെ കമ്പനികളുടെ സ്റ്റോക്സ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്സ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനും ട്രേഡിംഗ് പർപ്പസിനും വേണ്ടി ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ലീഗൽ ടെൻഡർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്കിപ്പം ഗൂഗിളിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ സ്റ്റോക്സ് ഉണ്ടെങ്കിൽ ഇത് നാളെ ഞാൻ കൊണ്ടുപോയി ഒരു കടയിൽ കൊണ്ട് കൊടുത്തിട്ട് എനിക്ക് ഇത്ര സ്റ്റോക്സ് ഉണ്ട്, ഞാൻ ഈ സ്റ്റോക്സ് നിങ്ങൾക്ക് തരാം, നിങ്ങൾ അതിന് പകരം എനിക്ക് സാധനങ്ങൾ തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്നത്. അപ്പം അതൊരു നോർമൽ കേസാണ്. അപ്പോൾ ലീഗൽ ടെൻഡർ അല്ലാത്ത ഇൻസ്ട്രുമെന്റ്സും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സിനും ട്രേഡിങ്ങിനും വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ബിറ്റ് കോയിനെ കുറിച്ച് കുറച്ച് ഒന്ന് ഡീപ്പായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ബിറ്റ് കോയിൻ, എന്തിനാണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പിയർ ടു പിയർ ഡിജിറ്റൽ കറൻസി. ഇന്നിപ്പം എനിക്ക് നിങ്ങളുടെ ആർക്കെങ്കിലും ഒരാൾക്ക് കറൻസി പൈസ തരണമെന്നുണ്ടെങ്കിൽ ഇന്നിപ്പം ഞാൻ ആശ്രയിക്കേണ്ടത് ബാങ്ക് ത്രൂ ആണ് ഞാൻ ആശ്രയിക്കുന്നത്, അല്ലേ? അതിന് പകരം ഡയറക്റ്റ് ആയിട്ട് എനിക്കിപ്പോൾ ഒരാൾക്ക് പൈസ തരാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് പൈസ തരാം. ഇതിനിടയ്ക്ക് ഒരു മിഡിൽ പാർട്ടിയുടെ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ആവശ്യമില്ല. ഇതാണ് ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത്, അല്ലെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ബിറ്റ് കോയിനെ സംബന്ധിച്ച് ഇതിന് ലിമിറ്റഡ് സപ്ലൈ, അതായത് 21 മില്യൺ കോയിൻസേ ഉള്ളൂ ഈ ഒരു ബിറ്റ് കോയിന്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസ് സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മിഡിൽ മാൻ്റെ ആവശ്യമില്ല, അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ഒരു സ്ലൈഡ് പറയുന്നുണ്ട്. പിന്നെ ഇത് ഫാസ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു US$ ഒരു നാട്ടിലേക്കോ അല്ലെങ്കിൽ നമുക്ക് വെളിയിലേക്ക് അയക്കണമെങ്കിൽ 1-2 ദിവസം അല്ലെങ്കിൽ 4-5 ദിവസം എടുക്കുമ്പോൾ ഇതിന് മാക്സിമം എടുക്കുന്നത് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ സെക്യൂർ ആണ്, കാരണം അതിനായിട്ടുള്ള ക്രിപ്റ്റോഗ്രഫി, ഞാൻ പറഞ്ഞ എൻക്രിപ്ഷൻ ടെക്നോളജി അങ്ങനെയുള്ള ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സെക്യൂർ ആണെന്ന് പറയും. ഇത് വർക്ക് ചെയ്യുന്ന ടെക്നോളജിയുടെ പേരാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ഇനി ആ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റവും എന്താണെന്ന് നമുക്ക് ഇച്ചിരി ഒരു ലെവൽ ഡീപ്പറിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ട്രഡീഷണൽ മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ഇല്ലേ? ആ ബാങ്ക് അക്കൗണ്ടിന്റെ ഒക്കെ ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന എക്സാമ്പിളിന് അത് 10 പേരുണ്ട്. ഈ 10 പേരുടെയും ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അവരവരുടെ ബാങ്കിലാണ്. ഇപ്പൊ XY ബാങ്ക്, ഇപ്പൊ SBI ബാങ്ക് തന്നെ എടുത്തു, നിങ്ങളുടെ എല്ലാവരുടെയും അക്കൗണ്ട് ഡീറ്റെയിൽസും അതിന്റെ ലെഡ്ജർ, അതായത് നിങ്ങൾ ആർക്കൊക്കെ പൈസ അയക്കുന്നു, ആര് നിങ്ങൾക്ക് പൈസ അയക്കുന്നു എന്നൊക്കെ ഉള്ളത് സൂക്ഷിച്ചിരിക്കുന്നത് ബാങ്കിന്റെ ഒരു ലെഡ്ജർ ബുക്ക് ഉണ്ട്. അത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലെഡ്ജർ ബുക്കാണ്. ആ ലെഡ്ജർ ബുക്കിലാണ് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഈ ബാങ്കിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ബാങ്ക്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇപ്പൊ ഞാൻ ഈ കാണിച്ച സ്ലൈഡിനകത്ത് 10 പേരുണ്ടല്ലോ. ഈ 10 പേരിൽ 4-ാമത്തെ ആള് 6-ാമത്തെ ആൾക്ക് ഒരു 5 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യണം എന്നിരിക്കട്ടെ. ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആ ആൾ എന്താ ചെയ്യുന്നത്? ആ ആടെ ബാങ്കിൽ പോയിട്ട് ആ ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ, ആ ആടെ ഇപ്പം 10 ലക്ഷം ഉള്ളത് 5 ലക്ഷം രൂപ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ബാങ്ക് എന്താണ് ചെയ്യുന്നത്? ബാങ്കിന്റെ ലെഡ്ജറിനകത്ത് അവരത് ചേഞ്ച് ചെയ്യുന്നു. അതായത് 4-ാമത്തെ ആളുടെ അക്കൗണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ കുറച്ചിട്ട് 6-ാമത്തെ ആളുടെനകത്ത് എത്ര പൈസ ഉണ്ടെന്ന് നോക്കിയിട്ട് അതിന്റെ കൂട്ടത്തിൽ 5 ലക്ഷം കൂടെ ആഡ് ചെയ്യുന്നു. ഇതാണ് ഒരു സെൻട്രലൈസ്ഡ് എന്താ പറയാ ലെഡ്ജർ സിസ്റ്റം അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ബാങ്കിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി ഇതിനകത്തെ കുഴപ്പങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ഇതൊരു സെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് ഇതിന്റെ ഒരു ബാങ്കിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. കാരണം ബാങ്കിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പൈസ എല്ലാം കൊണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്തത്. എന്നാൽ നാളെ ബാങ്കിൽ ഒരു ഫ്രോഡ് കേസ് സംഭവിക്കുക, ആരെങ്കിലും ഒരാൾ, അതും ഒരുപാട് കേസസ് സംഭവിച്ചിട്ടുണ്ട്, ബാങ്കിന്റെ ലെഡ്ജർ സിസ്റ്റത്തിനകത്ത് എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും പൈസ നഷ്ടമാകും, ഇല്ലേ? അതിനെ ഇത് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബ്ലോക്ക് ചെയിൻ മെത്തേഡ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം കണ്ടത്.
ഇതിനകത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെഡ്ജർ സിസ്റ്റം സൂക്ഷിക്കുന്നതൊക്കെ ഒരു സെൻട്രലൈസ് പ്ലേസിലായിരിക്കത്തില്ല. നമ്മൾ ഏതൊക്കെ ആൾക്കാരുണ്ടോ ഈ അക്കൗണ്ടിന്റെ ഭാഗമായിട്ടുള്ള അവരുടെ എല്ലാവരുടെയും കയ്യിൽ ഈ ലെഡ്ജർ സിസ്റ്റം ഉണ്ടായിരിക്കും. അത് ഞാനൊരു കുറച്ചൊരു സിമ്പിൾ എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ ബാച്ചിലേഴ്സ് ആയിട്ടൊക്കെ ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ താമസിച്ചിട്ടുണ്ടാവും. ഫാമിലി ആയിട്ടല്ലാതെ നേരത്തെ ആദ്യം വന്നവരൊക്കെ ബാച്ചിലർ ആയിട്ട് ഇവിടെ താമസിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു വീട്ടില് ഒരു റൂമിൽ 5 പേര് കൂടി താമസിക്കാന്ന് വിചാരിക്കട്ടെ. ഇപ്പം നമ്മുടെ ഒരു ബാച്ചിലർ സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ തന്നെ താൻ ഓരോരുത്തരും അവരോട് ഇപ്പം വൈകിട്ടത്തേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്നു, എന്നിട്ട് അത് സാധനങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പം ഈ മേടിക്കാൻ പോകുന്ന ആള് അല്ലെ മേടിച്ച ആള് ഈ ഒരു ബുക്ക് ഉണ്ടായിരിക്കുമല്ലോ, ആ ബുക്കിനകത്ത് എഴുതി വെക്കുന്നു ഇന്ന ആള് ഇത്ര രൂപ അല്ലെ ഇന്ന് 100 ദിർഹംസ് ചെലവ് ചെയ്തു, ഇന്ന കാര്യങ്ങൾക്ക് ഗ്രോസറി ഐറ്റംസിന് വേണ്ടി ഇത്ര രൂപ ചെലവ് ചെയ്തു. നാളെ രണ്ടാമത്തെ ആളായിരിക്കും പർച്ചേസിങ്ങിന് പോകുന്നത്. ആ ആള് പോയിട്ട് എന്തെങ്കിലും ഇപ്പൊ സോപ്പ് പൊടി മേടിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇപ്പൊ സോപ്പ് പൊടി മേടിച്ച വകയില് ഇത്ര രൂപ എന്ന് പറഞ്ഞ് ആ ഒരു ബുക്കിനകത്ത് സ്റ്റോർ ചെയ്തു. അപ്പം ഒരു മാസാവസാനം ആകുമ്പോൾ ഈ 5 പേര് കൂടി ഈ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര രൂപ ആണ് ഓരോരുത്തരുടെയും വിഹിതം എന്ന് വെച്ച് ഡിവൈഡ് ചെയ്ത് അവരവർ ആ എമൗണ്ട് വീതിക്കും അല്ലെ. അങ്ങനെയാണ് നോർമൽ സിസ്റ്റം. ഇതാണ് ഇപ്പോഴത്തെ ഒരു ബാങ്കിങ് സിസ്റ്റം. പക്ഷെ ഇതിനകത്ത് ഒരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻട്രി ചെയ്യുന്ന ആള് ഒരു ബുക്ക് ഉള്ളെന്നല്ല ഞാൻ പറഞ്ഞു. ഈ എൻട്രി ചെയ്യുന്ന ആള് ഒരു പക്ഷേ പുള്ളി 100 രൂപ ചെലവാക്കിയുള്ളെങ്കിൽ പുള്ളി 150 വേണമെങ്കിൽ എഴുതാം ഇല്ലേ, അല്ലെങ്കിൽ അതിനകത്ത് ഒരു മാൽ പ്രാക്ടീസ് നടത്താം. അപ്പൊ അങ്ങനെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നഷ്ടം സംഭവിക്കുന്നത് ഈ ബാക്കിയുള്ള 4 പേർക്കും കൂടെ ആയിരിക്കും ഈ നഷ്ടം സംഭവിക്കുന്നത്. അപ്പം ഇതിനു പകരം എല്ലാവരുടെ കയ്യിലും ഒരു ബുക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ സെയിം ബുക്ക് തന്നെ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഒരാള് സാധനം മേടിച്ചു കഴിഞ്ഞാൽ ആ ആള് എല്ലാ ബുക്കിനകത്തും എൻട്രി ചെയ്യണം, അതായത് വെരിഫൈ ചെയ്തിട്ട് എൻട്രി ചെയ്യണം. അതായത് ഇപ്പൊ ഒരാള് ഇപ്പം 1 കിലോ അരി മേടിച്ചു കഴിഞ്ഞാൽ ആ അരി മേടിച്ചു എന്ന് ഉറപ്പാക്കുകയും ആ അരിക്ക് എത്ര രൂപ ആയെന്ന് അതിന്റെ ബിൽ കൗണ്ടർ നോക്കിയിട്ട് എത്ര രൂപ ആയെന്ന് നോക്കിയിട്ട് എല്ലാ ബുക്കിലും ഈ 5 ബുക്കിലും എഴുതി വെക്കുമ്പോൾ മാസാവസാനം ആകുമ്പോൾ എല്ലാവരുടെയും ബുക്ക് ഒരുപോലെ ആയിരിക്കും ഇല്ലേ. ഇതിനകത്ത് മാൽ പ്രാക്ടീസ് നടത്താൻ സാധ്യതയില്ല. കാരണം വെച്ചാല് ഒരാളുടെ ബുക്കിൽ റോങ് എൻട്രി വന്നാലും ബാക്കി 5 പേരുടെയും ബുക്ക് ഒരുപോലെ ആയെങ്കിൽ മാത്രമേ ഇത് കണക്ക് അക്സെപ്റ്റഡ് ആയിട്ട് കണക്കാക്കിയുള്ളൂ. ഒരാളുടെ ബുക്ക് റോങ് ആണെങ്കിൽ അവിടെ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല അല്ലേ. ഇതാണ് ബ്ലോക്ക് ചെയിൻ സിസ്റ്റം. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, അല്ല ഡീസെൻട്രലൈസ് സിസ്റ്റം. ബ്ലോക്ക് ചെയിൻ അല്ല, ഇതാണ് ഡീസെൻട്രലൈസ്. എല്ലാവരും കണക്ക് പുസ്തകം അവരവർ തന്നെ സൂക്ഷിക്കുന്നു. അപ്പൊ ഇതിനകത്ത് മാൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. കാരണം ഒരാളെ തെറ്റിയാലും മറ്റുള്ള ആൾക്കാരുടെ ആ സെയിം നെറ്റ്വർക്കിലുള്ള ആൾക്കാരുടെ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരാൾക്കും ഇതിനകത്ത് ഒരു മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇനി ബ്ലോക്ക് ചെയിൻ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. സിമ്പിളിനായിട്ട് നമ്മളൊരു എക്സാമ്പിൾ നോക്കിയാൽ നമ്മുടെ സൈക്കിൾ ചെയിൻ അറിയാമല്ലോ. സൈക്കിൾ ചെയിൻ പോലെ തന്നെ ഓരോ ഡേറ്റയുടെ ബ്ലോക്കും തമ്മിൽ കണക്റ്റഡ് ആണ്. ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ ഇതിനകത്ത് ഒരെണ്ണം ഒരു കണ്ണി നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരു കണ്ണി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോട്ടൽ സിസ്റ്റം തകരും. അത് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അതിന്റെ ഒരു സെക്യൂരിറ്റി മെത്തേഡ് മൂലം ഇതിനെ ഈ ഒരു കണ്ണിയെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ആ സിസ്റ്റം സമ്മതിക്കത്തില്ല. ഇത്രയും ടെക്നിക്കൽ ഡീറ്റെയിൽസ് എന്താ പറയുക, വളരെ ലളിതമായിട്ടാണ് ഞാൻ പറഞ്ഞത്. എത്രത്തോളം മനസ്സിലാക്കിയെന്ന് പറയുന്നത്, ഇതിന്റെ ഒരു കോംപ്ലക്സിറ്റി നമ്മൾ കൂടുതലായിട്ട് പോകുമ്പോൾ ഇതിനകത്ത് ഒരുപാട് കോംപ്ലക്സിറ്റി നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ 2 ടെക്നോളജിയാണ് ക്രിപ്റ്റോ കറൻസിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ബിറ്റ്കോയിന്റെ ഒരു ജേർണി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്തത് സതോഷി നൊക്കമോട്ടോ എന്ന് പറഞ്ഞ ഒരാളാണ് 2009. ഈ 2008 ഇഷ്യൂ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കറൻസി ഒക്കെ പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെ ഇത് ചെയ്യാൻ വേണ്ടിയ ഒരാളോ ഒരു ഗ്രൂപ്പോ അതിന്റെ ഒരു ഐഡന്റിറ്റി, ആളുടെ ഐഡന്റിറ്റി ഇതുവരെ റിവീൽ ആയിട്ടില്ല. ആ ആള് ക്രിയേറ്റ് ചെയ്ത ഒരു ടെക്നോളജിയാണ്, ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ്കോയിൻ. അന്ന് അതിന്റെ വാല്യൂ വളരെ തുച്ഛമായിരുന്നു. ഇന്ന് ഇതിന്റെ വാല്യൂ ഏകദേശം 65,000 അല്ലെ ഇത് $68,000 ഇത് ഇപ്പൊ വന്നിട്ട് ഒരു ബിറ്റ് കോയിൻ. അതായത് നമ്മുടെ നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒരു ബിറ്റ് കോയിന് ഏകദേശം 50 ലക്ഷം രൂപയോളം വരെയാണ്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇതിനകത്ത് ഒരു സംഭവം വെച്ചാല് 10 വർഷം മുമ്പ് നിങ്ങൾ 10,000 രൂപ ഇന്ത്യൻ രൂപ 10,000 രൂപ, അതായത് 2010 നിങ്ങൾ 10,000 ഇന്ത്യൻ രൂപ നിങ്ങൾ ഈ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അത് ഏകദേശം 200 കോടി രൂപ ആയേനെ. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ടായിരുന്നു. 10,000 രൂപ
നിങ്ങൾ ഈ ബിറ്റ് കോയിൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അത് ഏകദേശം 200 കോടി രൂപയോളം ആയേനെ. അപ്പൊ അത്രയും ഒരു ഗ്രോത്ത് ആണ് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ബിറ്റ് കോയിൻ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന്റെ ഒരു അക്സെപ്റ്റൻസും ഇതിന്റെ ഒരു ഈ ടെക്നോളജിയുടെ ഒരു 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 എന്താ പറയാ ഒരു സെക്യൂരിറ്റിയും അല്ലെങ്കിൽ ടെക്നോളജി എത്രത്തോളം അക്സെപ്റ്റഡ് ആണെന്നുള്ള ഒരു ഒരു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഇനിയും രണ്ടാമത് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കോയിൻ എന്ന് പറയുന്നത് ഇഥേറിയം എന്നൊരു കോയിനാണ്. ഇഥേറിയം എന്ന് പറഞ്ഞ ഒരു കോയിൻ അല്ല. ഇഥേറിയം എന്ന് പറഞ്ഞത് ആക്ച്വലി ഒരു ബ്ലോക്ക് ചെയിൻ പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഇതിനകത്ത് ബിറ്റ് കോയിന് എന്തിനാണ് വന്നത്? ബിറ്റ് കോയിന് മണിയെ ഡീസെൻട്രലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ബിറ്റ് കോയിൻ വന്നത്. എന്നാൽ ഇഥേറിയം വന്നത് മറ്റുള്ള ആപ്ലിക്കേഷൻ. അപ്പൊ അങ്ങനെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോ റിയൽ എസ്റ്റേറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ടൊരു വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തുവിന് നിങ്ങളുടെ ആണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതെന്താണ്? നമ്മുടെ ആധാരം എന്ന് പറയും. അതെ, ആധാരം ആണ് നമ്മുടെ ഈ വസ്തു എന്റെ ആണ് എന്ന് തെളിയിക്കുന്ന തെളിവ്. ഇതിന്റെ ആധാരം എന്ന് പറഞ്ഞൊരു പേപ്പർ ആണെങ്കിൽ എനിക്ക് നാളെ ചുമ്മാ ഒരു ആധാരത്തിനകത്ത് കൊണ്ട് എഴുതിയിട്ട് കാണിക്കാൻ പറ്റത്തില്ല ഇത് എന്റെ ആണെന്ന് തെളിയിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് നമ്മുടെ രജിസ്റ്റർ ഓഫീസിൽ, വില്ലേജ് രജിസ്റ്റർ ഓഫീസിൽ ഇതിന്റെ സംബന്ധമായിട്ടുള്ള ഡേറ്റ അവിടെ എൻട്രി ചെയ്തിട്ടുണ്ട്, ഇല്ലേ? ഇത് ഒരു അപ്പൊ രജിസ്ട്രാർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ആണ്. അതായത് നിങ്ങൾക്ക് ഒരുപക്ഷെ വസ്തു മേടിച്ചവർക്കോ അല്ലെ വസ്തു വിറ്റവർക്കോ ഒക്കെ മനസ്സിലാക്കാം ഇതിനകത്ത് വരുന്ന ഒരു ബുദ്ധിമുട്ട്. അതായത് നമ്മൾ ആധാരം എഴുത്ത് ഓഫീസിൽ പോകണം, അവരെ കൊണ്ട് ആധാരം എഴുതണം, അവർക്കുള്ള ഫീസ് ഉണ്ട്. അത് തന്നെ കഴിഞ്ഞിട്ട് പോയിട്ട് വില്ലേജ് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് അവിടെ പോയി രജിസ്റ്റർ ചെയ്യണം. അവിടെ കുറെ നൂലാമാലകള്, അവിടെ മുന്നാധാരം, പിന്നാധാരം, അങ്ങനെ കുറെ സംഭവങ്ങൾ. ഇത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ് ഈ ഒരു സെൻട്രലൈസേഷൻ. ഞാൻ ഈ വസ്തു രജിസ്റ്റർ സിസ്റ്റം ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ ഈ ഇഥേറിയം മുന്നോട്ട് വെക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ ഒരു അസറ്റ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പൊ വസ്തു കച്ചവടം ഉണ്ടെങ്കിൽ വസ്തു ഉണ്ടെങ്കിൽ, ഇത് നാളെ വേറൊരാളുടെ സഹായമില്ലാതെ, അതായത് സെൻട്രലൈസ്ഡ് ഒരു അതോറിറ്റി ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ വസ്തുവിന്റെ ഓണർഷിപ്പ് നിങ്ങൾക്ക് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും വിത്ത് കണ്ടീഷൻ. അതായത് ഇപ്പം വിത്ത് കണ്ടീഷൻ എന്താണ്? ഒരു വസ്തു വിൽക്കാൻ പോകുമ്പോൾ സെന്റിന് ഇത്ര രൂപ വില വെക്കും നമ്മൾ നിശ്ചയിക്കുമല്ലോ, കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഞാൻ നിശ്ചയിക്കുമല്ലോ. അപ്പം ഞാൻ ഇപ്പൊ പാർട്ടി എക്ക് ഞാൻ വിൽക്കുക അല്ലെ പാർട്ടി ബിക്ക് വിൽക്കുവാണെങ്കിൽ ഞാൻ ആദ്യമേ ഡിമാൻഡ് വെക്കും, കോൺട്രാക്ട് വെക്കും. പാർട്ടി ബി സെന്റിന് 1 ലക്ഷം രൂപ വെച്ച് ഈ വസ്തുവിന് തരുവാണെങ്കിൽ മാത്രമേ ഈ വസ്തുവിന്റെ ഓണർഷിപ്പ് അദ്ദേഹത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതെല്ലാം സംഭവിക്കുന്ന ഓട്ടോമാറ്റിക് ആണ്. ഇതൊന്നും ഒരു സെൻട്രലൈസ് ആരും ഒന്നും ചെയ്യേണ്ട. ഇതിന്റെ പേരാണ് സ്മാർട്ട് കോൺട്രാക്ട്സ് എന്ന് പറയും. നമ്മൾ കോൺട്രാക്ട്സ് നമുക്കറിയാമല്ലോ, നമ്മൾ എഗ്രിമെന്റ് ഉണ്ടാക്കും, ആധാരം എഴുതുന്ന ആധാരമല്ല, നമ്മൾ എഗ്രിമെന്റ് എഴുതുന്ന, അതായത് ഇന്നാക്ക് ഇത്ര രൂപ പൈസ കൊടുക്കുമ്പോൾ ഇത്രാം തീയതി നമ്മൾ ഈ വസ്തു ഇന്നയാളുടെ പേരിലേക്ക് നമ്മൾ എഴുതി വെക്കും എന്നുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കില്ല. ആ സെയിം കോൺട്രാക്ട് ആണ് സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയും. അതായത് നമ്മള് ഇപ്പം ഞാൻ പറയുകയാണ് എനിക്ക് ഇത്ര രൂപയ്ക്ക് ഈ വിലക്ക് ഈ ഇന്നാള് വസ്തു മേടിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ആ വസ്തു ഇന്നയാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അല്ലെങ്കിൽ വിതിൻ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ച് ഇത് സംഭവിക്കും. ഇതിനകത്ത് വേറെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വസ്തു കച്ചവടം ചെയ്യുന്ന നമ്മൾ പോയി ദിവസങ്ങളോളം നമ്മൾ ആധാർ എഴുത്ത് ഓഫീസിൽ പോയി നിൽക്കേണ്ട, അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ പോയി നിൽക്കേണ്ട. ഇതെല്ലാം ഇൻസ്റ്റന്റ് ആണ്, ഫാസ്റ്റർ ആണ്. വിതിൻ മിനിറ്റ്സ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു ബാങ്ക് മൂലം അല്ല, നമുക്ക് ഡയറക്റ്റ് നമുക്ക് പൈസ കിട്ടുന്നു. അതുപോലെ തന്നെ പൈസ കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ ഈ വസ്തുവിന്റെ ഓണർഷിപ്പ് ആളിലേക്ക് മാറിപ്പോകും. ഇതാണ് സിമ്പിൾ ആയിട്ട് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇഥേറിയം. മനസ്സിലായല്ലോ? ആ ഇഥേറിയത്തിനകത്ത് യൂസ് ചെയ്യുന്ന കോയിൻ ആണ് അല്ലെങ്കിൽ കറൻസിയാണ് ഈഥർ എന്ന് പറഞ്ഞാൽ കോയിൻ. അതിന്റെ ഷോർട്ട് ഫോം ETH എന്ന് പറഞ്ഞാൽ അതിന്റെ ഷോർട്ട് ഫോം. ഇതാണ് ഇഥേറിയത്തിന്റെ ഒരു കൺസെപ്റ്റ് എന്ന്. ഇഥേറിയം കണ്ടുപിടിച്ചത് 2015 2015 മുതൽ ഈ ഒരു 6 വർഷത്തോളം അതിന്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നതും ഇപ്പൊ $4,800 വന്ന് നിൽക്കുന്നുണ്ട്.
ഇതാണ് ഇത്തേറിയം. ഇതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കോയിൻസും ഉണ്ട്. വേറെ പൊൾക്കാഡോട്ട് ഉണ്ട്, അല്ലെങ്കിൽ സോൾവാനോ ഉണ്ട്, കാർഡാനോ ഉണ്ട്. ഇതെല്ലാം ഓരോ സ്പെസിഫിക് റീസണിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബിറ്റ് കോയിൻ വന്നത് മണിയെ സെൻട്രലൈസ്ഡ് അല്ല ഡീസെൻട്രലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ബിറ്റ് കോയിൻ വന്നത്. ഇത്തേറിയം വന്നത് മറ്റുള്ള സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സംവിധാനങ്ങളെ ഡീസെൻട്രലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇഥേറിയം വന്നത്. അതുപോലെ തന്നെ ഓരോ കറൻസിക്കും അതിൻ്റെതായിട്ടുള്ള യൂസ് കേസസ് അല്ലെങ്കിൽ ഉദ്ദേശങ്ങളുണ്ട്, അതിനു വേണ്ടിയാണ്. അപ്പൊ ആ ഒരു ബിസിനസ് മോഡൽ, ആ ഒരു ടെക്നോളജിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും ഞാൻ കൺഫ്യൂസ് ആക്കിയില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം? നമ്മൾ ഒരുപക്ഷെ സ്റ്റോക്കിലും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലും അതൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. നമുക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ പറയാ എക്സ്ചേഞ്ച് വേണം, എക്സ്ചേഞ്ചിൽ നമുക്ക് അക്കൗണ്ട് വേണം. അതുപോലെ തന്നെ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് അക്കൗണ്ട് വേണം. അതായത് നമുക്കും ഇവിടെ ആണെങ്കിൽ നമുക്ക് ബിറ്റ് വയാസസ് എന്ന് പറഞ്ഞൊരു എക്സ്ചേഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ബിനാൻസ് എന്ന് പറഞ്ഞൊരു എക്സ്ചേഞ്ച് ഉണ്ട്, കോയിൻ ബേസ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച് ഉണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോൾഡ് എന്ന് പറഞ്ഞൊരു എക്സ്ചേഞ്ച് ഉണ്ട്, വസാറിക്സ് എന്ന് പറഞ്ഞൊരു എക്സ്ചേഞ്ച് ഉണ്ട്. ഇങ്ങനെയുള്ള എക്സ്ചേഞ്ചുകൾ ത്രൂ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. എക്സ്ചേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, അക്കൗണ്ട് എല്ലാം ഓൺലൈൻ ആണ്. നിങ്ങൾക്ക് ഒരു ബാങ്കിൽ പോയിട്ട് ഒന്നും ചെയ്യേണ്ട. ഇതിന്റെ ആപ്പോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ഉണ്ടാവും. വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക, നിങ്ങളുടെ KYC ഫില്ല് ചെയ്യുക. KYC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങളാണെന്ന് പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ്, അതായത് പാസ്പോർട്ട് ആകാം, അല്ലെങ്കിൽ പാൻ കാർഡ് ആകാം, അങ്ങനെയുള്ള എന്തെങ്കിലും ID കാർഡ് ആകാം. കൊടുക്കുക. KYC വെരിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്രിപ്റ്റോ കറൻസീസ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം മേടിക്കാൻ പറ്റും. ഇനിയും നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു ഡൗട്ട് ഉണ്ടാവും, ഒരു ബിറ്റ് കോയിന്റെ വില 50 ലക്ഷമാണല്ലോ, അപ്പോൾ ഒരു ബിറ്റ് കോയിൻ മേടിക്കുന്നതിന് നിങ്ങൾക്ക് 50 ലക്ഷം രൂപ വേണമല്ലോ. അപ്പൊ അങ്ങനെ എനിക്ക് 50 ലക്ഷം രൂപ ഇല്ലല്ലോ, അപ്പൊ ഞാൻ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും. അവിടെയാണ് ക്രിപ്റ്റോ കറൻസിയുടെ അടുത്ത ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ്. ക്രിപ്റ്റോ കറൻസി നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. അതായത് 1 കോടി ഫ്രാക്ഷൻ ആയിട്ട് ഒരു ബിറ്റ് കോയിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ 1 രൂപയെ നമ്മൾ 100 പൈസയായിട്ട് ഡിവൈഡ് ചെയ്യുന്നതല്ല, അപ്പൊ 1 രൂപയെ നമ്മൾ 100 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 100 പൈസയായിട്ട് അല്ലേ. അതുപോലെ ഒരു ബിറ്റ് കോയിനെ നമുക്ക് 1 കോടി അല്ല 10 കോടി ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈവൻ നമുക്ക് 100 രൂപ വെച്ച് വേണമെങ്കിലും നമുക്ക് ഈ ക്രിപ്റ്റോ കറൻസിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു 50 ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്രയും ലക്ഷം രൂപ വേണമെന്ന് ആവശ്യമില്ല. നമ്മുടെ വരുമാനം, നമ്മുടെ സേവിങ്സിന്റെ ഹാബിറ്റും അനുസരിച്ച് നമുക്ക് ചെറിയ എമൗണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ വേണ്ടത് ക്രിപ്റ്റോ വാലറ്റ്. ഈ ക്രിപ്റ്റോ നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ ഇത് സൂക്ഷിക്കണമല്ലോ. എവിടെ ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ കറൻസി മേടിക്കുമ്പോൾ നമ്മളെ വാലറ്റിലാണ് സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ബാങ്കിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ബാങ്കിലാണ് യൂസ് ചെയ്യുന്നത്, ബാങ്കിലാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരു ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് ഒരു ബാങ്കിങ് സിസ്റ്റം ഇല്ല. അപ്പൊ അതിനകത്താണ് ക്രിപ്റ്റോ വാലറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് 2 തരത്തിലുള്ള ക്രിപ്റ്റോ വാലറ്റ് ഉണ്ട്, ഒന്ന് ഹോട്ട് ഉണ്ട്, ഒന്ന് കോൾഡ് ഉണ്ട്. ക്രിപ്റ്റോ വാലറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ, നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു വാലറ്റ് ആണ്. അത് ഒന്നിയിൽ നമുക്ക് ഒട്ടുമിക്ക എല്ലാ എക്സ്ചേഞ്ചിലും ഓഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ എക്സ്ചേഞ്ചിൽ തന്നെ നമുക്ക് ഈ ക്രിപ്റ്റോ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിനാണ് ഹോട്ട് വാലറ്റ് എന്ന് പറയുന്നത്. കോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രിപ്റ്റോ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ USB-ക്കകത്ത് നമ്മൾക്ക് ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റും. USB അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയക്ക് അത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമ്മുടെ എക്സ്ചേഞ്ചിൽ സ്റ്റോർഡ് അല്ല, നമ്മുടെ USB-ക്കകത്തോ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടറിനകത്തോ സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് കാണാനും എടുക്കാനും ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫയലാണ്. അതിനകത്ത് കുറെ കോംപ്ലക്സ് ക്യാരക്ടേഴ്സ് ഉണ്ടാവും, ഇത്രയേ ഉള്ളൂ. പക്ഷെ അത് നമുക്കത് അത്രയുമായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. അടുത്ത ഫീച്ചറാണ് ഞാൻ പറഞ്ഞത്, ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക്. പിന്നെ ഇത് ഏതൊക്കെ ഡേയ്സ്, അപ്പൊ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ, അല്ലെങ്കിൽ അതിന് ടൈം ലിമിറ്റ് ഉണ്ട്, 9 to 4 PM ഒക്കെ ടൈമുണ്ട്. ക്രിപ്റ്റോ മാർക്കറ്റിന് സമയപരിധിയില്ല, 24/7 അത് വർക്കിംഗ് ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും, ശനിയാഴ്ച ആയിക്കോട്ടെ, ഞായറാഴ്ച ആയിക്കോട്ടെ, രാത്രി ആയിക്കോട്ടെ, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. 24 hours അത് ക്രിപ്റ്റോ മാർക്കറ്റ് ഓപ്പൺ ആണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്.
പിന്നെ ഇതിന്റെ ഒരു ലീഗൽ സ്റ്റേറ്റസ് ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ലീഗൽ ടെൻഡറായിട്ട് എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഇനി ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനായിട്ടോ അല്ലെങ്കിൽ ട്രേഡിംഗ് ഓപ്ഷനായിട്ട് ഒരു ഒട്ടുമിക്ക രാജ്യങ്ങളും അനുവദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ബാനായിട്ട് നിൽക്കുന്നത് എൻ്റെ അറിവില് ചൈന ഇതിന്റെ ടോട്ടലി എഗനസ്റ്റ് ആണ്. റഷ്യ ഒരു ഭയങ്കര കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. പക്ഷേ ചൈനയിൽ ഇത് ബാൻഡ് ആണെന്ന് പറഞ്ഞെങ്കിലും ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോ കറൻസീസ് യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇതിനകത്ത് മൈനിങ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഞാനിപ്പോൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നില്ല, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവുന്നതുകൊണ്ട് ഞാനത് ഡിസ്കസ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ നടക്കുന്നതും ചൈനയിലാണ്. അപ്പൊ ഞാനിത് പറഞ്ഞതിന്റെ അർത്ഥം കൂടുതൽ രാജ്യങ്ങള് ഇതിലേക്ക് ഇതൊരു അക്സെപ്റ്റഡ് ഇതായിട്ട് കടന്നു വരുന്നു. അത് അക്സെപ്റ്റഡ് ആകാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇത് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെയുള്ള ബാങ്കിങ് സിസ്റ്റം ഒക്കെ തകർന്നു. അതായത് അത് വേറെ രീതിയിൽ ഇപ്പം ബാങ്ക് ഉണ്ടാക്കുന്ന പൈസകൾ അവരുടെ ഒരു റവന്യൂവിലെ ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കറൻസി ഇഷ്യൂ എന്ന്. പക്ഷെ ഇതൊരു ടെക്നോളജി ആയതുകൊണ്ടും ഇതിനെ നമുക്ക് ഒരു അഡോപ്ഷൻ ഉണ്ട്. ഒരു ടെക്നോളജി, പുതിയ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ ഒരു അഡോപ്ഷൻ ലൈഫ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ മൊബൈൽ വന്നപ്പോൾ എല്ലാവരുടെയും മൊബൈൽ ഇല്ലായിരുന്നല്ലോ. മൊബൈൽ വന്ന സമയത്ത് അതിനൊരു കുറച്ച് സമയം എടുത്തു. 1980 അല്ലെങ്കിൽ ആ സമയത്താണ് മൊബൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നാൽ ഒരു 2010 ശേഷമാണ് ഇതൊരു വ്യാപകമായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഇന്നിപ്പോ എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. അപ്പൊ ആ ഒരു അഡോപ്ഷൻ ലൈഫ് ഈ ഒരു കറൻസിക്കും അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജിക്കും ബാധകമാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് അതിന്റെ ഒരു ഗ്രോത്ത് ഭയങ്കരമാണ്. ഇനിയും ഇതൊരു ഫ്യൂച്ചറിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചർ ഈ ഒരു കറൻസിയുടെ പുറകെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഒരു റിസ്ക് അപ്പറ്റൈറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ ഇത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതൊരു ഷോർട്ട് ടൈം ഗ്രോത്ത് ആയിട്ട് നിങ്ങളിത് കണക്കാക്കരുത്. ഇതൊരു ലോങ് ടൈം ഗ്രോത്ത്, നമ്മുടെ ഒരു ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി നമ്മൾ സ്റ്റോർ ചെയ്യും, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എലമെന്റ് ആയിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ ചിലർ ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ട്രേഡിങ്ങിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ഇതിനെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ പ്രോസ് ആൻഡ് കോൺസ് കൂടെ പറയാം. ഞാൻ ഇത്രയും നേരം ഇതിന്റെ നല്ല വശങ്ങളൊക്കെ പറഞ്ഞു, എന്നാൽ ഇതിന്റെ ചീത്ത വശങ്ങളും ഉണ്ട്. അതുകൂടെ ഒരു പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകാം. ഒന്ന്, പ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ റിട്ടേൺ. നിങ്ങൾ ആ ഒരു പാസ്റ്റ് പെർഫോമൻസിന്റെ ഹൈ റിട്ടേൺസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഫാസ്റ്റ് ആൻഡ് സെക്യൂർ ആണ്, അതിന്റെ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഒരാൾക്കും ഇതിനകത്ത് പോയി അമെൻമെന്റോ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റിക്കും ഇതിനകത്ത് പോയി ഒരു ചേഞ്ചസ് ചെയ്യാൻ പറ്റത്തില്ല, അത്രയ്ക്ക് സെക്യൂർ ആണ്. പിന്നെ ഡീസെൻട്രലൈസ്ഡ് ആണ്. ഡീസെൻട്രലൈസ്ഡ് ഞാൻ പറഞ്ഞു, ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടല്ല, ഇത് എല്ലാവരുടെ കയ്യിലും വളരെ സുതാര്യമായിട്ടാണ് എല്ലാവർക്കും കാണാൻ പറ്റും ആർക്കൊക്കെ എവിടൊക്കെ അക്കൗണ്ട്സ്. പക്ഷെ ഇതിനകത്തൊരു അനോണിമസ് ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് വേറെ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഞാൻ പറയാം. പിന്നെ കറൻസിയുടെ ഒരു ഇൻഫ്ലേഷനോ അല്ലെങ്കിൽ കറൻസിയുടെ ഒരു ഡീബേസ്മെന്റോ ഉള്ള ഇഷ്യൂസ് ഒന്നും ഈ ഒരു കറൻസിക്കകത്ത്, ക്രിപ്റ്റോ കറൻസിക്കകത്ത് ഇല്ല. അതായത് പ്രത്യേകിച്ച് ബിറ്റ്കോയിൻ, കാരണം ഇത് ലിമിറ്റഡ് സപ്ലൈ ആണ്. 21 മില്യണേ ഉള്ളൂ. അതിപ്പോ നാളെ ഇപ്പം ഒരു 1 മില്യൺ ബിറ്റ്കോയിൻ കൂടെ അടിച്ചിറക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. കാരണം ആ 21 മില്യണിൽ അത് സ്റ്റോപ്പ് ചെയ്തേക്കുവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊരു മൂല്യം കൂടിക്കൊണ്ടിരിക്കും. അതിന്റെ ഡിമാൻഡ് കൂടുന്തോറും ഇതിന്റെ മൂല്യം കൂടിക്കൊണ്ടിരിക്കും. കാരണം ഇതിന്റെ സപ്ലൈ സ്റ്റോപ്ഡ് ആയതുകൊണ്ട് തന്നെ സപ്ലൈ ലിമിറ്റഡും ഡിമാൻഡ് കൂടുകയും വരുമ്പോൾ ഒബ്വിയസ്ലി ഇതിന്റെ മൂല്യം കൂടിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഈ ട്രാൻസാക്ഷൻ ഫീ പറഞ്ഞ പോലെ നമ്മൾ നാട്ടിൽ അയക്കുന്ന ഇന്നിപ്പം 20 അല്ലെങ്കിൽ 22 ദിറംസ് കൊടുക്കണമെങ്കിൽ ഇത് വളരെ ചെറിയ പൈസക്ക് കൊണ്ട് നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഡൈവേഴ്സിഫിക്കേഷൻ നമ്മുടെ എല്ലാ പൈസയും നമ്മൾ FD-യിൽ കൊണ്ടിടാതെ, FD ഒരു വൺ ഓഫ് ദ വേ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ് ആണ്. എന്നാൽ അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള വളരെ അധികമുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റ്. അപ്പൊ നമ്മൾ എപ്പോഴും പോർട്ട്ഫോളിയോ എപ്പോഴും ഡൈവേഴ്സിഫൈ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. ഇതിന്റെ കോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ടുള്ള വോളറ്റൈൽ ആണ്. ഇന്നിപ്പോ അത് 50 ലക്ഷം ആണെങ്കിൽ നാളെ ചിലപ്പോൾ അത് പെട്ടെന്ന് 40 ലക്ഷത്തിലേക്ക് പോവാം, അല്ലെങ്കിൽ 35 ലക്ഷത്തിലേക്ക് പോവാം. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇതിന്റെ ഒരു ക്രിപ്റ്റോ കറൻസിയുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ മാർക്കറ്റാണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രം, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റോ അല്ലെങ്കിൽ അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇതിൽ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആൾക്കാർ
പേടിച്ചിട്ട് ഇത് പോയി വിഡ്രോ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ പോയി ഇൻവെസ്റ്റ് ചെയ്യും. ആൾക്കാർ കൂട്ടമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ പ്രൈസ് കയറുന്നു. ആൾക്കാർ കൂട്ടമായിട്ട് ഏതെങ്കിലും ഒരു ന്യൂസിനെ ബേസ് ചെയ്ത് അതിനെ വിഡ്രോ ചെയ്യുമ്പോൾ അതിന്റെ പ്രൈസ് താഴും. അതുകൊണ്ടാണ് ഇതൊരു ഹൈ വോളറ്റൈൽ. എന്നാൽ ഒരു ഗ്രാജുവലി ഇതിന്റെ ഒരു മെച്ചൂരിറ്റി വരും. കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു വോളറ്റൈലിറ്റിന്റെ റേറ്റ് കുറയും. എല്ലാ സ്റ്റോക്ക് മാർക്കറ്റും അങ്ങനെ തന്നെയായിരുന്നു. കാരണം പണ്ടുള്ള കാലത്ത് ഭയങ്കരമായിട്ട് വോളറ്റൈൽ ചെയ്യുമായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റ്സ് ഒക്കെ. പക്ഷെ ഇപ്പൊ ഒരു സ്റ്റഡി ആയി US മാർക്കറ്റ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ ഒരു കോൺസ് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും ഇപ്പൊ ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, അത് നേരത്തെ ഞാൻ പറഞ്ഞു. പിന്നെ ഇതിനകത്ത് ഒരു പറഞ്ഞാൽ നമുക്ക് റിവേഴ്സ് പേയ്മെന്റ് ഒരിക്കലും പറ്റത്തില്ല. അതായത് നമ്മളിപ്പോ ഒരാൾക്ക് പൈസ അയച്ചു കഴിഞ്ഞാൽ തിരിച്ച് ആ ആള് വിചാരിക്കാതെ ആ ആള് ഇങ്ങോട്ട് അയക്കാതെ നമുക്ക് ആ പൈസ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. പിന്നെ ഇത് റെഗുലേറ്റഡ് അല്ല, വേറെ ഒരു കറൻസിയോ ആയിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് ആയിട്ടോ ഒന്നും ബാക്ക്ഡും അല്ല. പിന്നെ ഇതിനകത്ത് ലാക്ക് ഓഫ് അവയർനെസ്, അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനെ ഒരുപാട് പേര് ചൂഷണം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബിറ്റ് കോയിന്റെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്നുണ്ട്. ആ ഒരു ഇത് യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് ഇതിനകത്ത് അതായത് പ്രോമിസ് ചെയ്യും. അതായത് ചിലർ പറയും നിങ്ങൾ ഇത്ര രൂപ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് 100% റിട്ടേൺസ് ഉറപ്പിച്ച് പറയുന്ന അങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള സ്കാംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇതിലൊന്നും വീണു പോകാതെ ആ ഒരു ലാക്ക് ഓഫ് നോളജിനെ അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിൽ നല്ല നമ്മുടെ ഈ ഒരു ഇന്റർനെറ്റ് ഇടയിൽ ഒരുപാട് പേരുണ്ട്. അപ്പൊ അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. അപ്പൊ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരുപാട് മെറ്റീരിയൽസ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ യൂട്യൂബിലും അവിടെ ഒക്കെ അവൈലബിൾ ആണ് ഇതിനെക്കുറിച്ച് പഠിക്കാനും ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്നും. അപ്പൊ ഈ ഒരു ബിസിനസ് മോഡലിനെ അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജിയെ മനസ്സിലാക്കുക, എന്നിട്ട് അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യം കാണിക്കും. എൻ്റെ ഒരു ഐഡിയൽ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ 3 to 5% നിങ്ങളുടെ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ വർത്ത് ആയിട്ടുള്ളതിന്റെ 3 to 5% വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് ഒരു പൊട്ടൻഷ്യൽ ആയിട്ട് ഞാൻ വിശ്വസിക്കുന്ന കുറച്ച് കോയിൻസ് ആണ് ഇത്: ബിറ്റ് കോയിൻ, ഇതേറിയം, കാർഡാനോ, സൊലാനോ, പോൾക്കാഡോട്ട്. ഈ ഇത്രയും കോയിൻസ് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇത് ഒരുപാട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഉപകരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. ലാസ്റ്റില് ഡോണ്ട് വർക്ക് ഫോർ മണി, മേക്ക് ഇറ്റ് വർക്ക് ഫോർ യു. നമ്മൾ എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ ഇതിന്റെ വേറൊരു വശമുണ്ട് നമ്മൾ ആരും അറിയാത്തത്: മണി ക്യാൻ വർക്ക് ഫോർ യു. അറ്റ് ദ സെയിം ടൈം എനിക്ക് പറയാനുള്ളത്, സമ്പത്ത് ഒരിക്കലും നമുക്ക് സന്തോഷം തരത്തില്ല. എന്നാൽ നല്ല ഹൃദയത്തിനുടമയായിട്ടുള്ള പൈസയുള്ള ഒരാളാണെങ്കിൽ ആളെ ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആക്കാനും മറ്റുള്ള ആൾക്കാരിലേക്ക് ആവശ്യത്തിലിരിക്കുന്നവർക്ക് അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്കത് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു വൈസ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങളെ ഓരോരുത്തരും ദൈവം സഹായിക്കട്ടെ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കറിയത്തില്ല എത്രത്തോളം നിങ്ങൾക്ക് ഇത് കൺവേ ആയെന്ന്. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.